അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എന്തിനാണ് സെക്സ്? ചിലർ പറയാറുണ്ട് അത് ശാരീരികമായ ചില പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയാണ്, ചില ശരീരസുഖത്തിന് വേണ്ടി മാത്രമുള്ളതാണ് സെക്സ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയാണോ? അല്ലല്ലല്ല. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ് സെക്സ് എന്ന് പറയുന്നത്. സെക്സ് ക്ലിയർ ആണെങ്കിൽ പൊതുവെ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. എന്നാൽ നിരന്തരം പ്രശ്നങ്ങളുള്ള ഒരുവിധം ദമ്പതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള സെക്ഷൽ ലൈഫ് വളരെ പരിതാപകരമായിരിക്കും. ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തൊരു ഘട്ടത്തിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്ലാഷുകളാണ്, പ്രശ്നങ്ങളാണ്. അന്വേഷിക്കുമ്പോൾ അവരൊന്ന് സെക്ഷുവലി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് 2 മാസത്തിലേറെയായി. മറ്റു പല കേസുകളിൽ വർഷങ്ങളായി സെക്ഷൽ റിലേഷൻ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിനി പോയിട്ട് വീണ്ടും വരണം. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാപ്പിനിടയിൽ കൃത്യം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും, അല്ല 1-2 തവണയെങ്കിലും നിങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടണം. അവരിത് പറഞ്ഞത് കേട്ടുപോയി. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ അവർ വന്നു. ആദ്യം വന്നതുപോലെയില്ല, 3/4 പ്രശ്നങ്ങൾ അവിടെ തീർന്നിട്ടുണ്ട്. കാരണം അവർക്കിടയിലുള്ള സെക്ഷൽ റിലേഷൻ വളരെ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ്. ആ സെക്ഷൽ റിലേഷൻ കൃത്യമായപ്പോൾ അവർക്കിടയിൽ സംസാരങ്ങളും പരസ്പരം മനസ്സിലാക്കാനുള്ള അവസരങ്ങളും വർദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്സ് ക്യാൻ അലൈൻ അവർ റിലേഷൻഷിപ്പ്. സെക്സിന് നമ്മുടെ റിലേഷൻഷിപ്പിനെ ജീവസുറ്റതാക്കി നിർത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കേവലം ആ സമയത്തേക്ക് മാത്രമല്ല. ഒരു തവണ സെക്സ് ചെയ്താൽ ചിലപ്പോൾ അത് കുറേ ദിവസങ്ങളിലേക്ക് നമ്മുടെ സമാധാനാന്തരീക്ഷത്തിന് അത് നിമിത്തമാകും എന്നുള്ളതാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഉണ്ട്. പരസ്പരമുള്ള അട്രാക്ഷൻ, ഭാര്യയ്ക്കും ഭർത്താവിനും അട്രാക്ഷൻ പരസ്പരം തോന്നാൻ സെക്ഷൽ റിലേഷന് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ യുവത്വം നിലനിർത്താൻ സെക്ഷൽ റിലേഷൻ അത് കൃത്യമായാൽ കാരണമായി തീരും. അതുപോലെ സന്തോഷത്തിൻ്റെ ഹോർമോൺസ് ഇങ്ങനെ സെക്ഷൽ റിലേഷനിടയ്ക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ളവരായി തീരാൻ സെക്ഷൽ റിലേഷൻ കാരണമാകും. പക്ഷെ അമിതമാകരുത്. ചിലർ ചോദിക്കാറുണ്ട്, ഡെയിലി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡെയിലി അങ്ങനെ ഒന്നും അമിതമാകാൻ പാടില്ല. അത് വലിയൊരു മടുപ്പിലേക്ക്, തൻ്റെ ഇണയിൽ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കും കൂടെ എത്തിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ഇമോഷണലായ നമ്മുടെ താല്പര്യങ്ങൾ, വൈകാരികമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും സെക്സ് ഉപകരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും സെക്സ് എന്ന പദം കേൾക്കുമ്പോഴേക്ക് നെഗറ്റീവ് ചിന്താഗതിയുമായി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് സെക്സ് എന്ന് കാണുമ്പോഴത്തേക്ക് വലിയൊരു അലർജിയാണ്. എന്നാൽ അത് നിരന്തരം അവരുടെ ജീവിതത്തിൽ ഉണ്ട് താനും. സെക്സ് എന്ന പദം അത് വളരെ മോശമാണ്, ലൈംഗികത എന്ന് പറയണമെന്നാണ്. പൊന്നു സഹോദര, ഈ ലൈംഗികത എന്ന മലയാള പദത്തിൻ്റെ ഇംഗ്ലീഷ് പദമാണ് സെക്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മോശവും മലയാളത്തിൽ പറഞ്ഞാൽ നല്ലതാകണതും എങ്ങനെയാണ്? അത് ചില സന്ദർഭത്തിനനുസരിച്ചാണ് ഓരോ നല്ലതും മോശമായി തീരുന്നത്. ഓരോ നല്ല പദങ്ങൾ ചില ഘട്ടങ്ങളിൽ നന്നാകും, ഓരോ പദങ്ങൾ ചില ഘട്ടങ്ങളിൽ മോശമാകും. അത് സന്ദർഭത്തിനനുസരിച്ചാണ്. നമ്മുടെ മനസ്സിൽ ആ സെക്സിനെ കുറിച്ച് നല്ല തോട്ട്സ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം അല്ലേ? അതുപോലെ തന്നെ ദാമ്പത്യത്തിന് ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം നല്ല ഹെൽത്തി ആയ സെക്സ് ആണെന്നുള്ളതാണ്. ഹെൽത്തി ആയ സെക്സ് എന്ന് പറയുമ്പോൾ 2 പേർക്കും മാനസിക സംതൃപ്തി അത്യാവശ്യമാണ്. ചിലർ പറയാറുണ്ട്, പുള്ളിയുടെ കാര്യം കഴിഞ്ഞങ്ങ് പോകും, ആ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അത് കേവലം ഒരു ഉപകരണത്തോട് നമ്മൾ സെക്സ് ചെയ്യുന്നത് പോലുള്ളൊരവസ്ഥയാണ്. അവർക്ക് അവരുടെ താല്പര്യങ്ങളും കൂടെ സംരക്ഷിക്കാൻ കഴിയണം. സെക്ഷൽ റിലേഷൻ മനോഹരമാക്കാനായിട്ട് പരസ്പരം തുറന്ന് സംസാരിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും സെക്ഷുവലായ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. നമുക്ക് എന്തൊക്കെയാണ് താല്പര്യമുള്ളത്, എന്തൊക്കെയാണ് താല്പര്യമില്ലാത്തത്. ചില ആളുകൾക്ക് ചിലത് കാര്യങ്ങൾ ഇഷ്ടമാവില്ല. അപ്പോൾ ഇഷ്ടമല്ലാത്തതിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ നേരം ചെയ്ത് പരസ്പരം സന്തോഷത്തിൽ സമയം കണ്ടെത്തുക. അങ്ങനെ നല്ല ഹൈജീനുള്ള, നല്ല സംതൃപ്തമായ ഒരു സെക്ഷൽ ലൈഫ് നമ്മുടെ ദാമ്പത്യത്തിലുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാകും, ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല ഹൃദ്യമായൊരു ടിപ്പാണ്. നമ്മുടെ ലൈഫിൽ സന്തോഷം നിറഞ്ഞ അവസ്ഥ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.